ഹലോ ഗേസ് ഫാമിലി ലോ ബേഡ്സിലെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ഫാമിലി ലോ ബേഡ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ടൂർ, എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് ടൂർ പോകുന്ന ഒരു വീഡിയോ ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ നമ്മൾ ആലപ്പുഴ ടൂർ പോയ വീഡിയോ ആയിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് നിൽക്കുകയാണ് ഗേസ്. അങ്ങനെ ഒരു പെട്രോൾ പമ്പിലേക്ക് നമ്മളെ ചടിപ്പിച്ചു. ടോയ്ലറ്റിലൊക്കെ പോയി അവിടെ വീഡിയോ ഫോട്ടോസൊക്കെ എടുത്ത് വീണ്ടും നമ്മൾ വണ്ടിയിലേക്ക് കയറി ഗേസ്. അവിടെ നിന്ന് വീണ്ടും താളം തുള്ളിച്ചാടി മറിഞ്ഞ് നമ്മൾ എത്താൻ പോകുന്ന സ്ഥലം, റൂം എടുത്തിട്ടുള്ളത് ഹസാൻ എന്ന് പറയുന്ന ജില്ലയിലാണ്, ആ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ 4:30 മണിയായപ്പോൾ ഇവിടെ എത്തി. റൂം നമ്മൾ ഓരോ പേർക്ക് നമ്മൾ 5-6 പേർക്ക് ഒരു റൂം. അങ്ങനെ നമ്മൾ കുളിച്ച് റെഡിയായി ഓരോ പേരായിട്ട് കുളിച്ച് സിന്ധു സിസ്റ്റർ, റെയിനി ചേച്ചി പിന്നെ എല്ലാം മിക്ക വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും. പിന്നെ അമൃതയും കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ, റെയിനി ചേച്ചി, സിന്ധു സിസ്റ്റർ, അമൃത, നിമിഷ സിസ്റ്റർ, അങ്ങനെ നമ്മളെല്ലാവരും കുളിച്ച് റെഡിയായി. പിന്നെ ഒരു താത്തയും കൂടെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്നിട്ട് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഉണ്ട്. അതും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ ഇവിടെ പിന്നെ ഇനി വരില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഇവിടെ ആണ്. അപ്പോൾ നമുക്ക് കഴിക്കാൻ പോവാമെന്ന് പറയാൻ കേട്ടോ. ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ ഇട്ട വോയിസ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് താഴെ ഇറങ്ങി. നമ്മളെ ദോശ, കുഞ്ഞു ദോശയാണ് ഗൈസ്, കണ്ടോ. ദോശയുണ്ട്, പൂരിയുണ്ട്, ചട്നിയുണ്ട്, കിഴങ്ങ് കറിയുണ്ട്, പിന്നെ ബ്രെഡ്, ജാം അത്രയ്ക്ക് ഒരു രസം തോന്നിയില്ല. അതുകൊണ്ട് നമ്മൾ മാറ്റി വെച്ചു, കഴിച്ചില്ല. ചുമ്മാ എന്തിനാ വെറുതെ വയറിനെ ഇല്ലാതാക്കുന്നത്. അവിടെ നിന്ന് കഴിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നേരെ വീണ്ടും വണ്ടിയിലേക്ക് കയറി. ഇനി നമ്മൾ പോകാൻ പോകുന്ന സ്ഥലമാണ് ചിക്കുമംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലം. ഇടയ്ക്ക് ഒരു സ്ഥലം നമ്മൾ കയറുന്നുണ്ട്. നമ്മുടെ ഹസാൻ്റെ അടുത്താണ് ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ കൂടെ, ഇതാണ് നമ്മൾ ആ ക്ഷേത്രം, ചെന്നകേശവ ക്ഷേത്രം കേട്ടോ. ബേലൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് വിഷ്ണു പ്രതിഷ്ഠയാണ്, മഹാവിഷ്ണു പ്രതിഷ്ഠയാണ്, മഹാവിഷ്ണു ക്ഷേത്രമാണ്. ഇവിടെ ഒരുപാട് ബ്രാഹ്മണേഴ്സ് കേട്ടോ ഇവിടെ ചുറ്റും ഇങ്ങനെ ഉള്ളത്. പിന്നെ ഇവിടെ ചുറ്റുപാടുള്ള കടകളിൽ നമ്മൾ കല്ല് കൊണ്ടുള്ള ബുദ്ധൻ്റെ ആ സംഭവങ്ങളില്ലേ, അങ്ങനെ കുറേ സാധനങ്ങൾ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളിൽ വീഡിയോസ് എടുക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തൊഴുത് ഇറങ്ങിയ ശേഷം ചിക്കുമംഗ്ലൂർ വന്നു. ചിക്കുമംഗ്ലൂർ എന്ന് പറയുന്ന ഒരു ജില്ലയാണ് കേട്ടോ. ഹസാൻ എന്ന് പറയുന്ന ഒരു ജില്ലയാണ്. നമ്മൾ ട്രിവാൻഡ്രം, കൊല്ലം അങ്ങനെ അതേപോലത്തെ ഒരു ജില്ലയാണ് ഹസാൻ, ചിക്കുമംഗ്ലൂർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളെ ടീം 5 ജീപ്പുകളായിട്ട് ഓരോ ടീം ഇങ്ങനെ പോവുകയാണ് ഗേസ്. അപ്പോൾ നമ്മൾ ബാക്കിൽ നിന്ന് ഒരു ടീമുണ്ട്, നമ്മൾ ഫ്രണ്ടിൽ, അങ്ങനെ ഇല്ല, ഒരു ടീമായിട്ട് നമ്മളെ ജീപ്പ് ട്രാക്കിംഗ് ആണ് കേട്ടോ. ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നതെന്നാണ് പറയുന്നത്. നമ്മളെ കൂടെ ഉള്ളത് വിവേക് സാറാണ്. മഹാത്മാഗാന്ധി, ഇതാണ് കേട്ടോ സ്ഥലം. ഒരു അമ്മൂമ്മ ഇങ്ങനെ, ഒരു ചേച്ചി, എന്ന് പറയാൻ പറ്റില്ല, സോറി, ആ ഒരു ചേച്ചി ഇങ്ങനെ കിടക്കുന്ന സ്ഥലമാണ് ഗേസ്. ആ സ്ഥലമാണ് നമ്മുടെ, എവിടെയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഫസ്റ്റ് ഇവിടെ കൊണ്ട് അവർ ഇറക്കും. നമ്മുടെ കർണാടകയിൽ, നമ്മളെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ കാപ്പി കൃഷി നടത്തുന്ന സ്ഥലവും കൂടിയാണ് ചിക്കുമംഗ്ലൂർ എന്നാണ് എവിടെയെന്നോ കേട്ടത് മാത്രമല്ല, ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതും. അപ്പോൾ ചിക്കുമംഗ്ലൂർ കർണാടകയിലെ ജില്ലയാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യമായിട്ട് കാപ്പി കൃഷി തുടങ്ങിയ സ്ഥലവും കൂടിയാണ് ചിക്കുമംഗ്ലൂർ. ഓക്കെ. അപ്പോൾ ഓരോ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ ഇവിടുത്തെ ക്ലൈമറ്റ് അടിപൊളി ക്ലൈമറ്റാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ആ ചേച്ചി കിടക്കുന്നത്, കണ്ടില്ലേ ചേച്ചി. അപ്പോൾ ഇവിടെ നല്ല ചോക്ലേറ്റ്, കോഫി, നല്ല മണം അവിടെ നിൽക്കുമ്പോഴേ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നല്ല സാധനം അവിടെ മേടിക്കാൻ കിട്ടും. ഒരുപാട് വിസിറ്റിങ്സ് ഉണ്ട്, വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ 9 മണി തൊട്ട് രാത്രി 8 മണി വരെ അങ്ങനെ എന്തൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചെറിയൊരു പാർക്കും ഉണ്ട്. പ്രത്യേകിച്ച് വേറൊന്നും കാണാൻ അവിടെ വേറൊന്നുമില്ല, ഇത്രയൊക്കെ തന്നെ. അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാം, അത് തന്നെ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കേപ്പ് വിൽക്കുന്ന സ്ഥലം കൂടിയുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ വെയിലൊക്കെ കൊള്ളാൻ പോകുന്നത് നമ്മളെ കൂടെ ഉള്ള എല്ലാവരും ഓരോ കേപ്പ് അവിടെ നിന്ന് മേടിച്ചു ഗൈസ്. അങ്ങനെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഫോട്ടോ എടുപ്പ്, സെൽഫി എടുപ്പ്, അങ്ങനെ വീഡിയോ എടുപ്പ് ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ നടന്നു.
അവിടെ നിന്ന് നേരെ നമ്മൾ കയറി. ജീപ്പ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ട്രാക്കിംഗ് എങ്ങനെയാണോ അതേപോലെ നമ്മൾ ജീപ്പിൽ അടിപൊളിയായിട്ട്, അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഗേഴ്സ്. എല്ലാം കൂടി ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇവിടെ ഈ സ്ഥലത്ത് വന്നു. ഈ സ്ഥലം എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഈ സ്ഥലത്ത് ഇവിടെ വന്നു. ഇവിടെ പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും കാണാൻ വേണ്ടിയുള്ളതൊന്നുമില്ല. ഒരു എൻജോയ്മെൻറ്റ് എന്ന് പറയാൻ വേണ്ടി മാത്രമായിട്ട് ഒരു. അങ്ങനെ ഗൈസ്, ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കൊടുത്തിട്ട് വേണം കാണേണ്ടത്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ചിങ്. വീഡിയോ ഇങ്ങോട്ട് വന്നാൽ എങ്ങനെയാണ് നല്ല തണുത്ത വെള്ളം എന്ന് വെച്ചാൽ ഐസ് എങ്ങനെയാണോ അതേപോലെ അതിനെയും കാട്ടിയും നമ്മൾ മരവിച്ച് പോകും ഗൈസ്. നല്ല തണുത്ത വെള്ളമായിരുന്നു, നല്ല വെള്ളം, അടിപൊളി. മനസ്സിനൊക്കെ നല്ല എന്തോ ഒരു നല്ലൊരു കുളിര് തോന്നും. അപ്പോൾ സിന്ധു ഫോട്ടോയും സെൽഫിയൊക്കെ എടുക്കണം. നമ്മളെല്ലാവരും വീഡിയോ സെൽഫിയും ഫോട്ടോയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. രാത്രികൾ പകലുകളാക്കി, പകലുകൾ ഗാത്രികളാക്കി, ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ. അപ്പോൾ ഗൈസ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കൊടുത്തിട്ട് വേണം വീഡിയോസ് കാണാൻ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുവരെ ഓക്കെ, ബൈ ബൈ. ഫുൾ വീഡിയോ വാച്ചിങ്. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. അടിപൊളി വ്യൂ ആട്ടോ, നല്ല സ്ഥലമാണ്. ഇവിടെ നിന്ന് നമ്മൾ അടിപൊളി ഇഷ്ടംപോലെ ഫോട്ടോസൊക്കെ എടുത്ത കേട്ടോ. പിന്നെ അത് ക്ഷേത്രമാണ് ഗൈസ്. അങ്ങ് നമ്മൾ ശിവൻ്റെ ക്ഷേത്രമാണത്. അവിടെ ആ സ്റ്റെപ്പ് ഒരു 450ഓളം സ്റ്റെപ്പ് ഉണ്ടെന്നാണ് പറയുന്നത് അവിടെ കയറാൻ. ശിവക്ഷേത്രമാണ് അവിടെ. ഇതാണ് നമ്മളെ പാക്കേജ് വീരന്മാർ. ഇവരാണ് നമ്മളെ കൊണ്ടുപോയത്. വയനാട്ടിലുള്ളവരാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ സ്ഥലത്തു നിന്ന് അവിടെ പോകണമെങ്കിൽ വേറെ സ്ഥലം വഴിയാണ് അവിടെ പോകേണ്ടത്. ഇതിപ്പോൾ ഇവിടെ നിന്നിട്ട് ഇവിടെ വ്യൂ അടിപൊളിയാട്ടോ, നല്ല തിരക്കുമുണ്ട്. ഇങ്ങനെ ചെറിയ കച്ചവടക്കാർ ഇവിടെ ഇങ്ങനെ ഉണ്ട്, വെള്ളമൊക്കെ മേടിക്കാൻ. അതിങ്ങനെ എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. കാരണം ഇവിടെ എല്ലായിടവും വ്യൂ പോയിന്റുകളാണ്, പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളാണ്. പിന്നെ ഇതിപ്പം ഇങ്ങനെ കിടക്കുന്നത് നോക്കണ്ട. ഇതിൻ്റെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇനിയിപ്പോൾ ഏപ്രിൽ മാസം തൊട്ടെന്നാണ് പറയുന്നത് അവർ. അപ്പോൾ അടിപൊളിയായിരിക്കും, നല്ല രസമാണ്. ഇവിടെ ഒരുപാട് ഇഷ്ടമായി. നല്ലൊരു ചൂട് ഒന്നുമല്ല, എന്നാൽ തണുപ്പുമല്ല, അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ്. ഭയങ്കരമായിട്ട് വെയിലൊന്നുമില്ല കേട്ടോ. നല്ല എൻജോയ് ചെയ്തു നമ്മൾ.